അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകളൊക്കെ നിറവേറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, നമ്മളൊക്കെ ദുൽഹജ്ജ് മാസത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ രാവാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം, ആദ്യത്തെ 10 രാവുകള് വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞതും പോരിശകൾ നിറഞ്ഞതുമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തിന് ഒട്ടനവധി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നും മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഈ ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ രാവ് മുതൽ 10 ദിവസം തുടർച്ചയായി ആവർത്തിച്ച് നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വീര്യം കൂടിയ ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസം ഈ ദിക്ർ നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ആകാശത്തിന്റെ ചുവട്ടിലുള്ള നമ്മളെ ഏത് ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരികയാണ്. ഒരിക്കലും തീരുകയില്ല എന്ന് കരുതിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതിൽ യാതൊരുവിധ സംശയമില്ല. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് പറയുന്നുണ്ട്, യാ റബ്ബി ദഅവതു, അല്ലാഹുവേ നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്റെ പ്രാർത്ഥനക്ക് നീ ഇജാബത്ത് നൽകുന്നില്ല, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുന്നില്ല റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ പറ്റിയ വല്ല ദിക്റോ വല്ല സ്വലാത്തോ അതല്ലെങ്കിൽ വല്ല പ്രാർത്ഥനയോ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് അള്ളാഹിനോട് മൂസാ നബി പറഞ്ഞപ്പോ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നിന്നിലേക്ക് കടന്നു വന്നാൽ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, അഖ്ലി ഹാജതക, നിന്റെ ഏത് ആവശ്യമുണ്ടെങ്കിലും ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏത് മുറാദുകൾ ഉണ്ടെങ്കിലും ഞാൻ നിറവേറ്റി തരുമെന്ന് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ 10 ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു പുണ്യം എന്താണെന്നറിയോ? സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം തുറക്കാൻ കഴിയുന്നുള്ളതാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. മാത്രമല്ല അഫ്ളലുൽ കലാം, നാം സംസാരിക്കുന്ന വാക്കുകളിൽ വെച്ച്, നാം സംസാരിക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല അഫ്ളലു ദിക്റാണ്. നാം ഒരുപാട് ദിക്റുകൾ ചൊല്ലാറുണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നാം പഠിച്ച ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്കലുൽ അഅമാൽ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. അസ്കലുൽ അഅമാൽ, അമലുകളിൽ വെച്ച് ഏറ്റവും കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതുകൊണ്ട് നാം എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലയുമായി ബന്ധപ്പെടണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ അവസാനം നമ്മൾക്കൊരു 33 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മജ്ലിസ് അവസാനിപ്പിക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പോരിശ നൽകിയിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. 1-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഗഫറല്ലാഹു ഫീഹി ലി ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകിയത്
അവസാനത്തെ 10-ലാണ്. 400 കൊല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങളുയർത്തി ആദം നബി ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ പൊറുക്കണേ, നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, നീ എനിക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് 400 കൊല്ലം ആദം നബി തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ സ്വീകരിച്ചത് ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇസ്തജാബല്ലാഹു ദുആ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് രണ്ടാമത്തെ ദിവസമാണ്. ദുൽഹജ്ജ് മാസത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് യൂനുസ് നബിയുടെ ഒരു പ്രാർത്ഥന നമ്മൾക്കൊക്കെ അറിയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് ഈ മാസത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. അതുപോലെ മൂന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇസ്തജാബല്ലാഹു ഫീഹി ദഅ സക്കരിയ അലൈഹിസ്സലാം. സക്കരിയ നബി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ആ സക്കരിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തത് ദുൽഹജ്ജ് മാസത്തിലെ മൂന്നാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഉലിദ ഫീഹി ഈസ അലൈഹിസ്സലാം. അവസാന നാളിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകനാണ്, ഇനിയും മരിക്കാത്ത പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടത് ദുൽഹജ്ജ് മാസത്തിലെ 4-ാമത്തെ ദിവസമാണ്. അതുപോലെ 5-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഉലിദ ഫീഹി മൂസ അലൈഹിസ്സലാം. മൂസ മൂസാ നബിയെ പ്രസവിക്കപ്പെട്ടതും ദുൽഹജ്ജ് മാസത്തിലെ 5-ാമത്തെ ദിവസമാണ്. 6-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബിക്ക് ഒരുപാട് ഖൈറുകൾ, ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തത് ഈ മാസത്തിലെ 6-ാമത്തെ ദിവസമാണ്. 7-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? യുഗ്ലഖു ഫീഹി അബ്വാബു ജഹന്നം. നരകത്തിന്റെ കവാടങ്ങളൊക്കെ അല്ലാഹു അടക്കപ്പെടുന്ന ദിവസമാണ് ദുൽഹജ്ജ് മാസത്തിലെ 7-ാമത്തെ ദിവസം. 8-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ യൗമുല്ലദി യൗമുത് തർവിയ. യൗമുത് തർവിയ എന്നറിയപ്പെടുന്ന ദിവസമാണ് ദുൽഹജ്ജ് മാസത്തിലെ 8-ാമത്തെ ദിവസം. 9-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ യൗമുല്ലദി യൗമുൽ അറഫ. അറഫ ദിവസം ദുൽഹജ്ജ് മാസത്തിലെ 9-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ 9-ാമത്തെ ദിവസത്തിന് ഒരുപാട് പോരിശകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു മജ്‌ലിസിൽ നമുക്ക് പറയാം. അന്നത്തെ ദിവസം ഒരുപാട് ദിക്റുകൾ ചൊല്ലണം, പ്രത്യേകം നോമ്പനുഷ്ഠിക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു മജ്‌ലിസിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുൽഹജ്ജ് മാസത്തിലെ 10-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അതാണ് ഏറ്റവും പവിത്രമായ ദിവസം. അതേതാ? യൗമുൽ അൽഹ, വലിയ പെരുന്നാൾ ദിവസമാണ്. ഒരുപാട് പോരിശകൾ നിറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്ന ഒരു ദിവസമാണ് വലിയ പെരുന്നാൾ ദിവസം. ഇങ്ങനെ ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ രാവ് മുതൽ അവസാനത്തെ രാവ് വരെ, അവസാനത്തെ ദിവസം വരെ ഒരുപാട് പോരിശകൾ ഉണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസം മാത്രമല്ല, ദുൽഹജ്ജ് 11-ന് പോരിശയുണ്ട്, 12-ന് പോരിശയുണ്ട്, 13-നും പോരിശയുണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം മുഴുവനും ദിക്റിലായി, സ്വലാത്തിലായി ജീവിക്കാൻ, അല്ലാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടുകൂടെ അല്ലാഹുവിന്റെ താഅത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുമായി നമ്മൾ എന്നും ബന്ധപ്പെടണം. എല്ലാ ദിവസവും ചൊല്ലണം. ഇതൊക്കെ ഞങ്ങൾ എന്നും ചൊല്ലുന്നതാണ് ഉസ്താദെ, അങ്ങനെ ആരും നിസാരപ്പെടുത്തണ്ട. ഇതാണ് ഏറ്റവും വലിയ ദിക്ർ. ഈ ദിക്ർ കഴിഞ്ഞിട്ടേ മറ്റുള്ള ദിക്റുകളുള്ളൂ. നമുക്കൊരു 33 പ്രാവശ്യം ചെല്ലാം, എന്നിട്ട് മജ്‌ലിസ് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله കബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിലും അതുപോലെ 1 മണിക്ക് നടക്കുന്ന മജ്ലിസിലും ഡെയിലി എന്നും പങ്കെടുക്കുന്ന പാവപ്പെട്ട ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, അവരെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ലാ, സർവ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, മക്കൾക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാ, കോളേജുകളിൽ സ്കൂളിലൊക്കെ ഗവൺമെന്റിൽ സീറ്റ് കൊടുക്കണേ റഹ്മാനെ. എന്താഗ്രഹമുണ്ടെങ്കിലും നിറവേറ്റി കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ, മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ആരൊക്കെ കാണുന്നുണ്ടോ, ഈ മജ്ലിസ് ആരൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ, ആരൊക്കെ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നുണ്ടോ, അവരെ നീ സ്നേഹിക്കണേ അല്ലാ, നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ, അവർക്ക് നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ കാരുണ്യം നൽകണേ അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ, ഈ മജ്ലിസിൽ പറഞ്ഞ ദിക്റുകൾ സ്വലാത്തുകളുടെ എല്ലാ പോരിശയും നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.